ഇതാര് മായേ മോളെ കേറിയിരിക്കും. ഇല്ല, ഞാൻ കേറണില്ല. ഞാൻ നന്ദുച്ചേട്ടനൊന്ന് കാണാൻ വേണ്ടി വന്നാണ്. അടുത്ത ആഴ്ച നന്ദുച്ചേട്ടൻ ഗൾഫിലേക്ക് തിരിച്ചു പോണത്. മോളെ അടുത്ത ആഴ്ചയിലാണ് അവൻ പോണത്. അതെല്ലേ, നന്ദുച്ചേട്ടൻ ഉണ്ട് ഇവിടെ? അവനിവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. മോനെ മായോ ഇവിടെ വന്നേ. അതെ വന്നമേ. ഇതാരി മായേ? എന്താണ് മായേ? നന്ദുച്ചേട്ടാ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. നന്ദുച്ചേട്ടൻ അറിയാല ഞങ്ങളുടെ വീട്ടിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ. ചേട്ടന് ഇപ്പൊ പണി വളരെ കുറവാണ്. അത് വീട്ടിലെ അവസ്ഥ ഇത്തിരി മോശമാണ്. നന്ദുച്ചേട്ടൻ എന്തെങ്കിലും ജോലി ചേട്ടന് ഗൾഫിൽ ശരിയാക്കോ? എന്ത് ജോലിയായാലും കുഴപ്പമില്ല. ഞാൻ എന്റെ ചേട്ടനോട് പറഞ്ഞാണ് നന്ദുച്ചേട്ടൻ്റെ അടുത്ത് ഒന്ന് പറയാനായിട്ട്. അപ്പൊ എന്റെ ചേട്ടൻ പറഞ്ഞ് നന്ദുനെല്ലാം അറിയാല, അവൻ സമയവും എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിലെ അവസ്ഥ ഇത്തിരി മോശമാണ്. അതാണ് ഞാൻ വന്ന് ചേട്ടനോട് പറഞ്ഞത്. എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കോ? ഇതാണാ, ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ. ഞാൻ ചെന്നതിന് ശേഷമേ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് ഞാൻ വിളിക്കാം. വിസയൊക്കെ റെഡിയാക്കണമല്ല. അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തന്നേക്കാം. എടാ ആണാ, വലിയ ഉപകാരം ചേട്ടാ. എന്നാ ഞാൻ പോട്ടെ. എന്നാ ശരി വായേ. അവള് വന്നാക്കും പഴയ കൂട്ടുകാരന്റെ ബന്ധവും പറഞ്ഞിട്ട് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ. എന്റെ പണി അതാണല്ലോ, നാട്ടുകാർക്ക് മൊത്തം ജോലി ഉണ്ടാക്കി കൊടുക്കല്. മോളെ, ഞാനായിട്ട് നിന്റെ ചേട്ടനൊരു ജോലി ഉണ്ടാക്കാനും പോണില്ല, നിന്റെ ചേട്ടൻ രക്ഷപ്പെടാനും പോണില്ല. ഇനി എങ്ങാനും രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലേ പിന്നെ എനിക്ക് ഈ നാട്ടിലൊരു വില ഉണ്ടാവൂല. ഈ നാട്ടിൽ ഒരു പണക്കാരൻ മതി. നിന്റെ ചേട്ടനെ വല്ല കൂലിപ്പണി എടുത്തിറക്കട്ടെ. നീ എന്ത് വർത്താനാണ് മോനെ പറയണത്? നീ പഴയതൊക്കെ മറന്ന? നമുക്ക് മോശപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു. അന്നേരത്തെ നിനക്ക് ഗൾഫിൽ പോകാൻ വേണ്ടി ബന്ധുക്കാരും സ്വന്തക്കാരും അല്ല പൈസ തന്നത്. നീ പറഞ്ഞ കൂട്ടുകാരനാണ് നിനക്ക് തന്നത്. അവന്റെ വീട്ടിലത്തെ ആധാരമാണ് നിനക്ക് ഇവിടെ തന്നത്. അത് പണയം വെച്ചിട്ടാണ് നീ ഗൾഫിൽ പോയത്. അത് മോൻ മറന്ന? അത് ശരിയാണ്, ആധാരം കൊണ്ട് തന്നു. അതിന് ഞാൻ പോയി കുറച്ചാഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചെടുത്ത് കൊടുത്തില്ലേ. പിന്നെ പറ്റി പറയാനായിട്ട് മോനെ ഈ പറഞ്ഞതേ നന്ദി കേടാണ്. ദൈവം പോലും കൊടുക്കൂല മോനെ ഈ പറഞ്ഞ കാര്യം. അവനന്ന് ആധാരം കൊണ്ട് തന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ രക്ഷപ്പെട്ടാല് അവനെ രക്ഷപ്പെടുത്തുന്നുള്ള വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസമാണ് മോനിന്നില്ലാതാക്കിയത്. അവനന്ന് ആധാരം കൊണ്ട് തന്നില്ലെങ്കിൽ മോനിന്ന് ഒരു വെറും വട്ടപ്പൂജയുള്ളൂ. അത് ഒരിക്കലും മറക്കരുത്.